ഇന്ന് പ്രഭാതത്തിലും കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നമുക്ക് തന്ന കൃപയ്ക്ക് സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ സഭയിലത് ശിഷ്യത്വം എന്ന പ്രത്യേക വിഷയത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു വരികയാണ്. കർത്താവിൻ്റെ ശിഷ്യനായിരിക്കുക എന്നുള്ളത് ഏറ്റവും ഭാഗ്യകരമായ ഒരു പദവിയും അതൊരു അനുഗ്രഹവും ദൈവകൃപ അധികമായി വ്യാപരിക്കുന്ന, ദൈവസാന്നിധ്യത്തെ ഒത്തിരി രുചിച്ചറിയുന്ന, ദൈവസാന്നിധ്യ ബോധത്തിൽ ജീവിക്കുന്ന പ്രത്യേകമായൊരവസ്ഥയായതിനാൽ കർത്താവിൻ്റെ നല്ല ശിഷ്യരായിരിക്കാൻ നമ്മെ തന്നെ നമ്മുടെ ഹൃദയത്തെ നമുക്ക് ക്രമീകരിക്കാം. കൂടുതൽ ഭക്തിയോടെ ഭയത്തോടെ കർത്താവിൻ്റെ നാള് അടുക്കുന്തോറും അധികമായി ദൈവത്തിൻ്റെ വേല ചെയ്യാൻ, കർത്താവിൻ്റെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ദൈവജനത്തെ ക്രിസ്തുവിൽ ഒരുക്കുവാൻ ദൈവസഭയ്ക്ക് അതിനുള്ള കാര്യങ്ങളെ ക്രമീകരിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ഡിസൈപ്പിൾഷിപ്പിൽ ഹിൻഡ്രൻസസ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ്, എന്താണ് ശിഷ്യത്വത്തിൻ്റെ തടസ്സമായി നമ്മുടെ ജീവിതത്തിൽ, സഭാജീവിതത്തിൽ, വ്യക്തിപരമായ ജീവിതത്തിൽ ഒക്കെ ഉണ്ടാകുന്ന കാര്യങ്ങളെക്കുറിച്ച് കുറേ കാര്യങ്ങൾ ക്രമീകൃതമായി നമ്മൾ പഠിച്ചു വരികയായിരുന്നല്ലോ. അതിൽ ഒന്നാമത് നമ്മൾ നേരത്തെ പഠിച്ചത് ദ വേൾഡ്, ലോകം നമുക്ക് തടസ്സമാണ്, ലോകം നമുക്ക് അനുകൂലമല്ല. ഒരു ശിഷ്യൻ എപ്പോഴും ലോകം അനുകൂലമല്ല. ലോകത്തിനെതിരെ, ലോകത്തിൻ്റെ മോഹത്തിനെതിരെ, ലോകത്തിൻ്റെ സിസ്റ്റത്തിനെതിരെയുള്ള യുദ്ധമല്ല, ഒരു യാത്രയാണ്. അതിനെ അതിജീവിച്ചുള്ളൊരു യാത്രയാണ് ശിഷ്യൻ്റേത്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, പിന്നെ വാഴ്ചകളോട്, അധികാരങ്ങളോട്. നമ്മൾ ആത്മമണ്ഡലത്തിൽ നിൽക്കുന്ന ദൈവത്തിൻ്റെ ജനമായതുകൊണ്ട് നമ്മൾ, ഹല്ലേലൂയ സ്തോത്രം, ഈ ലോകത്തോട് ഒരു യുദ്ധത്തിലാണ് നാം. 2, ദ ഫ്ലഷ്, ജഡം നമുക്ക് അനുകൂലമല്ല. ജഡം ആത്മാവിൻ്റെ പ്രമാണത്തിന് വിരുദ്ധമാണ്. ജഡത്തിൻ്റെ പ്രമാണവും ആത്മാവിൻ്റെ പ്രമാണവും വിരുദ്ധ ചേരികളിലാണ്. അതിപ്പോഴും വലിയൊരു യുദ്ധക്കളത്തിലാണ് നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പഠിച്ചു, നാം ഒരു കളിക്കളത്തിലല്ല നിൽക്കുന്നത്, നാം ഒരു പോർക്കളത്തിലാണ് നിൽക്കുന്നത്. ജഡത്തോട്, ലോകത്തോടൊരു പോരാട്ടക്കളത്തിൽ നിന്നുകൊണ്ട് ആമേൻ ക്രിസ്തുവിനെ സാക്ഷീകരിക്കുകയാണ് നമ്മൾ ഈ ലോകത്ത്. യേശുവിൻ്റെ സ്നേഹത്തെ അധികമായി രുചിച്ചറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്. വിശ്വാസ ജീവിതത്തിൽ വർധനവ് വരാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഈ രക്ഷാ പദ്ധതിക്കകത്ത് നിർത്തിയ ദൈവത്തിനൊരു സ്തോത്രം ചെയ്യാൻ ഒരാഴ്ചയിൽ ഒരിക്കലെങ്കിലും വിശുദ്ധന്മാരുടെ സംഘത്തിൽ വന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ക്രിസ്തുവിൻ്റെ നല്ലൊരു ശിഷ്യനായി ജീവിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് ഹല്ലേലൂയ നിങ്ങളുടെ ഹൃദയത്തിൽ ഉറച്ച് തീരുമാനിച്ച് പ്രാർത്ഥനയോടെ ഒരുങ്ങി വന്ന് നിങ്ങൾ വന്നിരിക്കുന്നത്, അവൻ്റെ മുഖത്തേക്ക് നോക്ക്. ആമേൻ. ഒരു മനുഷ്യൻ്റെയും മുഖത്ത് നോക്കരുത്. കാരണം മനുഷ്യൻ്റെ മുഖത്ത് നോക്കിയാൽ നാം ലജ്ജിതരാകും, നാം പരാജയപ്പെടും. നമുക്ക് ആമേൻ ഹല്ലേലൂയ അപകടങ്ങൾ അതിൻ്റെ മുന്നിൽ പതിയിരിപ്പുണ്ട്. എന്നാൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മുഖത്തേക്ക് സ്തോത്രത്തോടെ ആമേൻ അധരങ്ങളെ ചലിപ്പിച്ച് മഹത്വവാനായ മശിഹയുടെ ആത്മദർശനം കണ്ട് ജീവിക്കുന്ന ഒരു ദൈവ പൈതലിനെ തള്ളിക്കളയാത്തവൻ എന്ത് പ്രതിസന്ധിയും അവൻ്റെ മുന്നിൽ നിന്ന് കർത്താവ് നീക്കിക്കളയും. നിങ്ങൾക്കും എനിക്കും സഭയായി നമുക്കും ഒരു സത്യസന്ധമായ, ഒരു ആത്മാർത്ഥമായ ഹല്ലേലൂയ സ്തോത്രം, ഒരു സമീപനം കർത്താവുമായിട്ടുണ്ടാകട്ടെ. ഇന്ന് പകൽ എല്ലാ ശുശ്രൂഷകളും ക്രിസ്തുവിൻ്റെ സഭയ്ക്ക് അനുഗ്രഹമാകത്തക്കവണ്ണം കർത്താവെ എന്നെ ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുക. നിങ്ങളൊക്കെ സഭയുടെ പല പല ഉത്തരവാദിത്തങ്ങൾ വഹിക്കുന്നവരാ. ഒന്നല്ലെങ്കിൽ മറ്റൊന്ന്, ഒന്നും വേണ്ട, ഒരു കസേരയെങ്കിലും നിങ്ങൾ ഇതിനകത്ത് വന്ന് ദൈവസഭയ്ക്ക് വേണ്ടി, വിശുദ്ധന്മാർക്ക് ഇരിക്കാൻ ഒരു ഇരിപ്പിടത്തിന് വേണ്ടി നിങ്ങൾ ഇടുന്നെങ്കിൽ പോലും സ്വർഗത്തിലെ ദൈവം പറയുക, ഞാൻ അതിന് പോലും പ്രതിഫലം തരുന്ന ദൈവമാ. ആമേൻ ഹല്ലേലൂയ. അതെ, നിങ്ങളുടെ എന്ത് ഉത്തരവാദിത്വമാണ് എനിക്കുള്ളതെന്നുള്ളതല്ല, ഞാൻ ദൈവസന്നിധിയിൽ എന്താണ് ചെയ്യുന്നത്, എൻ്റെ ഉദ്ദേശ ലക്ഷ്യത്തെയാണ് ദൈവം കാണുന്നത്. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇൻറ്റൻഷനാലിറ്റി. ഹല്ലേലൂയ. ശ്രദ്ധിക്കുക, ഒരു ശിഷ്യൻ്റെ ജീവിതത്തിൽ അവന് വളരണമെങ്കിൽ അവന് ആ മുന്നോട്ട് വെക്കുന്ന ചുവടിൻ്റെ ഇൻറ്റൻഷൻ ദൈവം നോക്കും. സ്തോത്രം. ഒരു ശിഷ്യൻ്റെ ഇൻറ്റൻഷൻ എന്താ? 1 Peter chapter 5 verse 2 നമുക്കൊന്ന് വായിക്കാം. 1 പത്രോസിൻ്റെ ലേഖനം 5-ാം അധ്യായം 2-ാമത്തെ വാക്യം. വാട്ട് ഈസ് യുവർ ഇൻറ്റൻഷൻ? ഒരു ദൈവവേലക്കാരനോടുള്ള ദൈവത്തിൻ്റെ ഇൻറ്റൻഷൻ കർത്താവ് പറയാണ്. ആമേൻ. മതി. ദൈവത്തിന് സ്തോത്രം. ഒരു അധ്യക്ഷനോട്, ഒരു മൂപ്പനോട് ദൈവത്തിൻ്റെ സഭയെ എങ്ങനെ നയിക്കണമെന്ന് ഇവിടെ ദൈവത്തിൻ്റെ വചനം കൃത്യമായി ദൈവത്തിൻ്റെ സന്ദേശം കൊടുക്കുക. നാളെ നിങ്ങൾ കർത്താവിൻ്റെ വേലക്കാരായി തീരും. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് കർത്താവിൻ്റെ വേല? കർത്താവ് എന്നെ ഒരു നിയോഗത്തിലേക്ക് നയിക്കുമ്പോൾ ഞാൻ കർത്താവിൻ്റെ വേല ചെയ്യും. കർത്താവിൻ്റെ ശിഷ്യനായി ഞാൻ കർത്താവിന് വേണ്ടി വേല ചെയ്യും. ആമേൻ. നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിൻ്റെ ആട്ടുകൂട്ടം, ആമേൻ, നിൽക്കുന്ന ഒരു അധ്യക്ഷൻ്റെ വിചാരണയിൽ ഹല്ലേലൂയ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ ജനം
ജനം. ചിന്തിക്കണമേ, ഇവിടെ ഇരിക്കുന്നത് എൻ്റെ ജനമല്ല, ദൈവത്തിൻ്റെ ജനമാണ്. ദൈവത്തിൻ്റെ ആട്ടിൻകൂട്ടമായി ഇവിടെ ഇരിക്കുന്നത്. എങ്ങനെ അവരെ സേവിക്കണം, എങ്ങനെ അവരോട് വേല ചെയ്യണം, എങ്ങനെ അവരെ ശുശ്രൂഷിക്കണമെന്നുള്ളത് കൃത്യമായി പത്രോസിൻ്റെ ഹൃദയത്തിനകത്തേക്ക് പരിശുദ്ധാത്മാവ് കൊടുക്കുന്ന വെളിപ്പാടാണ്. എന്താണ്? ദൈവത്തിൻ്റെ ആട്ടിൻകൂട്ടത്തെ നിങ്ങൾ മേയിക്കണം. നിർബന്ധത്താലല്ല, ഞാൻ മനസ്സ് നുറുങ്ങി വേദനിച്ച് ഭാരപ്പെട്ടല്ല ഞാൻ ശുശ്രൂഷിക്കേണ്ടത്. ആ ഭാരം വരും, വേദന വരും, പ്രയാസം വരും. ഇൻറ്റൻഷൻ, കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു ദൈവവേലക്കാരൻ്റെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങേണ്ട, ആഴത്തിൽ പതിയേണ്ട, ആഴത്തിൽ ചിന്തിക്കേണ്ട ശക്തമായ ദൈവിക പ്രബോധനമായത്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് ഹിതമാം വണ്ണം. ശ്രദ്ധിക്കണം, കരം ഉയർത്തി ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്തേ. എൻ്റെ ഹിതത്തിനല്ല, സഭയിലെ ജനത്തിൻ്റെ ഹിതത്തിനല്ല. ആമേൻ. ഇൻറ്റൻഷൻ എന്താണ്? സ്തോത്രം. ഇതാണ് ഒരൊറ്റ കാര്യമായി പറയുന്നത്, ദൈവത്തിന് ഹിതകരമാം വണ്ണം. എവിടെ ദൈവത്തിൻ്റെ ഹിതം? ഇതാണ് ദൈവത്തിൻ്റെ ഹിതം. ഇത് നോക്കി ആമേൻ പഠിച്ച് ധ്യാനിച്ച് ദൈവത്തിൻ്റെ മുഖം അന്വേഷിച്ച് ദൈവത്തിൻ്റെ ഹിതം ആരാഞ്ഞറിഞ്ഞ് ആമേൻ നമ്മുടെ പേഴ്സണലായ എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് രോഗം, ദുഃഖം, ഭാരം, വേദന, ബുദ്ധിമുട്ട്, ആമേൻ പൈതാഹം, പട്ടിണി, ദാരിദ്ര്യം, അടി, പരിഹാസം, നിന്ന എന്നിത്യാദി എല്ലാം സഹിച്ചുകൊണ്ട് നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ ജനത്തെ ദൈവത്തിന് ഹിതകരമാവണ്ണം മേയിക്കാത്ത എല്ലാ ഇടയനോടുമുള്ള ദൈവത്തിൻ്റെ കർക്കശത്വം വലുതാണ് ഈ വേദപുസ്തക പ്രകാരം. അതറിയാത്തവർ ഈ വേലയ്ക്ക് വരും. അതുകൊണ്ടാണ് പുതിയ ശിഷ്യനും അരുത്. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഒരാളിൻ്റെ മേൽ പെട്ടെന്ന് കൈവച്ച് ആമേൻ ദൈവവേല. കാരണം അവർക്കൊരു വിളിയുണ്ടാകണം, അവർക്കൊരു നിയോഗമുണ്ടാകണം, അവർക്കൊരു ദൈവവുമായി പേഴ്സണൽ എൻകൗണ്ടർ ഉണ്ടാകണം, തൻ്റെ വിളിയെക്കുറിച്ച് ശക്തമായ ബോധ്യമുണ്ടാകണം. സ്തോത്രം. ആരെങ്കിലും പറഞ്ഞോ, ദൂത് പറഞ്ഞോ അല്ല ദൈവവേലയ്ക്ക് ഇറങ്ങേണ്ടത്. ദൂത് നല്ലതാണ്, പ്രവചനം നല്ലതാണ്. ആമേൻ. ദൈവവേലയ്ക്ക് ഇറങ്ങുന്നത് സ്തോത്രം സഹിക്കാനും വഹിക്കാനും മറക്കാനും പൊറുക്കാനും ആമേൻ ജനത്തെ കൊണ്ട് നടക്കാനും ദൈവജനത്തെ നിത്യതയിൽ എത്തിക്കാനും ആരും നഷ്ടപ്പെട്ടു പോകല്ലേ എന്ന പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ ജനത്തെ ദൈവത്തിന് ഹിതപ്രകാരം നയിക്കാനുള്ള ഉത്തരവാദിത്തമാണ് ഓരോ ദൈവവേലക്കാരൻ്റെ മേലും ഓരോ ദൈവശിഷ്യൻ്റെ മേലും കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ആമേൻ നിയോഗം. ആ കാഴ്ചപ്പാട് ഇല്ലാത്തവർ പരാജയപ്പെടും. ആ കാഴ്ചപ്പാടില്ലാത്തവരെ ശത്രു തകർക്കും. ആ കാഴ്ചപ്പാടില്ലാത്തവർ ശുശ്രൂഷയിൽ നിന്ന് പിന്മാറിപ്പോകും. ആ കാഴ്ചപ്പാടില്ലാത്തവർ സഭയ്ക്ക് സർവനാശമായി തീരും. ആ കാഴ്ചപ്പാടില്ലാത്തവർ, ആ വിളിയില്ലാത്തവർ വിളിയെയും ആമേൻ തെരഞ്ഞെടുപ്പിനെയും ഉറപ്പാക്കിക്കൊണ്ട് ജീവിക്കാൻ ദൈവം വിളിച്ചിരിക്കുന്നു. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? എന്തുകൊണ്ട് ഇങ്ങനെ പരാജയം വരുന്നു? എന്തുകൊണ്ട് ഇങ്ങനെയുള്ള നാശങ്ങൾ ദൈവജനത്തിനും കുടുംബത്തിനും സഭകൾക്കും വരുന്നു? ഒറ്റ ഉത്തരം, ദൈവത്തിൻ്റെ ഹിതമാം വണ്ണം ദൈവത്തിൻ്റെ സഭയെ, ദൈവിക കുടുംബങ്ങളെ ആമേൻ കർത്താവിൽ കേന്ദ്രീകരിച്ച്, വചനത്തിൽ കേന്ദ്രീകരിച്ച്, ആത്മനിറവിൽ ദൈവം തരുന്ന ദൂതുകളും നിയോഗങ്ങളും ഏറ്റെടുത്ത് ക്രമീകരണത്തോടെ ആത്മാവിൽ നിറഞ്ഞു ജീവിക്കാത്തതിൻ്റെ പരിണിത ഫലമാണ് ഉണ്ടാകുന്ന സകല ദുരന്തങ്ങളും. ഹല്ലേലൂയ. സഭകൾക്കും ആമേൻ വ്യക്തി ജീവിതങ്ങൾക്കും കുടുംബങ്ങൾക്കും മടങ്ങി വരാൻ, ഹല്ലേലൂയ, ക്രമപ്പെടാൻ, യഥാസ്ഥാനപ്പെടാൻ, വചനപ്രകാരം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ കർത്താവ് ഇന്ന് പ്രഭാതത്തിൽ നമ്മളോട് ആവശ്യപ്പെടുക. ദൈവത്തിന് സ്തോത്രം. സ്തോത്രം പറഞ്ഞിരിക്കുക. ഹല്ലേലൂയ. എന്തിനൊക്കെ സ്തോത്രം? എല്ലാത്തിനും സ്തോത്രം. നിങ്ങൾക്ക് തന്ന ആമേൻ ഒരു ദൈവദാസനെ ഓർത്ത് സ്തോത്രം, കുടുംബത്തെ ഓർത്ത് സ്തോത്രം, നിങ്ങളുടെ ആത്മീയ സഹോദരങ്ങളെ ഓർത്ത് സ്തോത്രം, സഭ തന്നതിന് സ്തോത്രം, ദൈവിക ഐക്യതയ്ക്ക് സ്തോത്രം, ദൈവം തന്ന അനുഗ്രഹത്തിന് സ്തോത്രം, നന്മകൾക്ക് സ്തോത്രം, ഹല്ലേലൂയ, തലമുറകൾക്ക് സ്തോത്രം, ആത്മീയ കുഞ്ഞുങ്ങൾക്ക് സ്തോത്രം, ഹല്ലേലൂയ, ദൈവസഭയുടെ കൂട്ടുവേലക്കാർക്കായി സ്തോത്രം, ദൈവിക കുടുംബങ്ങൾക്കായി സ്തോത്രം, തലമുറകൾക്കായി സ്തോത്രം, ആമേൻ കുഞ്ഞുമക്കൾക്കായി സ്തോത്രം, ഉദരബലങ്ങൾക്കായി സ്തോത്രം. കൈ കാലുകൾ ബലത്തോടെ ഇന്ന് രാവിലെ ഒന്ന് ഉയർത്താൻ, സ്വർഗീയ ദൈവത്തെ സൃഷ്ടിതാവിനെ ഒന്ന് മഹത്വപ്പെടുത്താൻ, നാവിലൂടെ ദൈവിക ഹല്ലേലൂയ സ്തോത്രം അരുളപ്പാടുകളെ സ്വീകരിപ്പാൻ, അതിന് പ്രതികരിക്കാൻ, അതിനോട് ആമേൻ ദൈവസന്നിധിയിൽ ഉത്സാഹത്തോടെ എരിവോടെ ഈ കർത്താവിനെ സേവിക്കാനുള്ള മനസ്സ് ഹൃദയത്തിൽ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. പ്രാർത്ഥിക്കണം. ജഡത്തിന് അത് കഴിയത്തില്ല. ജഡം നമ്മെ പുറകോട്ട് വലിക്കും, ലോകം നമ്മളെ പുറകോട്ട് വലിക്കും. അറിയാത്ത പൈശാചിക ശക്തികൾ നമ്മെ കുരുക്കാൻ, ബന്ധിക്കാൻ, തകർക്കാൻ, അടിമനുഖത്തിലേക്ക് വീണ്ടും നമ്മളെ വിടാൻ ശ്രമിക്കുമ്പോൾ ഇന്ന് പകലിൽ
ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ ഈ വചന ശുശ്രൂഷയിലൂടെ, ഈ വചന പഠനത്തിലൂടെ നിങ്ങളോട് ഹൃദ്യമായി ആവശ്യപ്പെടുകയാ. ദൈവത്തിന് ഹിതകരമാവണ്ണം, ദൈവത്തിന് പ്രസാദം വരുവാറവണം ജഡത്തെയും ആത്മാവിനെയും ശരീരങ്ങളെയും ദൈവസന്നിധിയിൽ വിശുദ്ധയാഗമായി സമർപ്പിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്ത് ജീവിക്കാൻ ദൈവം നമ്മളെ വിളിച്ചിരിക്കുക. ഇതൊരു മഹാവിളിയാ, ഇതൊരു നിയോഗത്തോടുള്ള വിളിയാ. ഇത് ആ മനുഷ്യൻ്റെ വിളിയല്ല. സർവശക്തൻ തൻ്റെ തിരുവായി മൊഴിഞ്ഞ് ആമേൻ കോടാനുകോടി ജനങ്ങളിൽ നിന്ന് ഒരുവനോട് പറയാ, കം ആമേൻ ഫോളോ മീ ഹല്ലേലൂയ, എന്നെ അനുഗമിക്ക എന്ന അതിശക്തമായ വിളിക്ക്. ആ വിളിക്ക് കേട്ട് ഇറങ്ങിത്തിരിച്ച ദൈവത്തിൻ്റെ ജനം. ആ ദർശനം നിങ്ങളുടെ ഹൃദയത്തിൽ കത്തണം. ആമേൻ ആത്മീയ ദർശനം ആത്മാവകത്ത് കത്തിയില്ലെങ്കിൽ ജഡം പ്രവർത്തിക്കും. ആമേൻ സഭ തകരും. ആമേൻ ഡിവിഷനുകൾ ഉണ്ടാകും. വിഷൻ ഇല്ലാത്തടത്ത് ഡിവിഷൻ ഉണ്ടാകും. ആമേൻ ജനം തകർച്ചയിലേക്കും നാശത്തിലേക്കും കടന്നു പോകുന്നു. പകലി പറയട്ടെ, ആമേൻ തകരുന്നൊരു ജനത്തെയല്ല കർത്താവിന് വേണ്ടത്. ജയാളിയായ തൻ്റെ സഭയ്ക്ക് അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകർ, ആമേൻ ശുശ്രൂഷക വൃന്ദങ്ങൾ, ആമേൻ ആമേൻ നിയോഗത്തിലേക്ക് യാത്ര ചെയ്യുന്ന മരുഭൂ പ്രയാണത്തിൽ തടസ്സങ്ങളെയും വെല്ലുവിളികളെയും അതിജീവിച്ച് കൃപയാൽ 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 പറ കൃപയാൽ 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 സഭ, കൃപയാൽ കുടുംബം, കൃപയാൽ കുഞ്ഞുങ്ങൾ, കൃപയാൽ ആരോഗ്യം, കൃപയാൽ ആയുസ്, കൃപയാൽ എല്ലാം 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 പറ കൃപ 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 കൃപ. കയ്യിലിരിക്കുന്ന കുഞ്ഞു പോലും കൃപയാ, കുടുംബജീവിതം കൃപയാ, നല്ല മാതാപിതാക്കൾ ദൈവത്തിൻ്റെ കൃപയാ, ശബ്ദമെടുത്ത് ദൈവത്തെ സ്തുതിക്കാൻ തരുന്ന ദൈവത്തിൻ്റെ കൃപയാ. ഈ കാഴ്ച കണ്ട് വിശുദ്ധന്മാരുടെ മധ്യത്തിൽ ഇരിക്കാൻ ഇന്ന് പ്രഭാതത്തിൽ കൃപ തന്ന ദൈവത്തെ സ്തുതിക്കാതെ ഇവിടെ ഇരിക്കരുത്. ഈ ആരാധന വ്യത്യസ്ത ആരാധനയായി തീരണം. ഇന്ന് വരെ നീ ആരാധിക്കാത്ത, ഇന്ന് വരെ നീ പ്രാർത്ഥിക്കാത്ത, ഇന്ന് വരെ നിന്റെ നാവിൻ്റെ മേൽ വരാത്ത ചില ആത്മീയ ദൂതുകളെ വെളിപ്പെടുന്ന പകലായി തീരുന്ന ആരാധന ഒരു ചടങ്ങല്ല ആരാധന. ആമേൻ എന്റർടൈൻമെന്റ് അല്ല ആരാധന. ആമേൻ വന്നിരിക്കുന്നത് വിശുദ്ധനായ പരിശുദ്ധനായ നിന്റെ സൃഷ്ടിതാവിൻ്റെ മുന്നിലാ. ശുശ്രൂഷകരെ നോക്കണ്ട, അവരിലൂടെ വെളിപ്പെടുന്ന ആത്മശക്തിക്ക് അതിനെ റിസീവ് ചെയ്താൻ, പ്രശ്നങ്ങളുടെ മേൽ, പ്രയാസത്തിൻ്റെ മേൽ, രോഗത്തിൻ്റെ മേൽ ജയമെടുക്കാൻ. നിന്റെ വിഷയം ദൈവത്തിന് വിഷയമല്ല. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. ഒന്നുകൂടെ പറയട്ടെ, എൻ്റെ ദൈവത്തിന്, നമ്മുടെ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. അവൻ സാധ്യതകളുടെ ദൈവമാ, അവൻ അനുഗ്രഹത്തിൻ്റെ ദൈവമാ, അവൻ വിശാലതകളുടെ ദൈവമാ, നിന്റെ മനസ്സിനെ അറിയുന്ന നല്ല ദൈവമാ. ചോദ്യങ്ങൾ ദൈവത്തോട് ചോദിച്ചോ കുഴപ്പമില്ല. ഏക ഉത്തരം, only one answer. ആമേൻ. അവൻ ജീസസ് ക്രൈസ്റ്റ്, the most high God. ഹല്ലേലൂയ. അവനാണ് ഏക ഉത്തരം. അത് തിരിച്ചറിഞ്ഞ് ജീവിക്കുന്ന ജനത്തോടെ ദൈവത്തിന് സംസാരിക്കാനുള്ളത്. അത് അങ്ങനെ പ്രതികരിക്കുന്ന ജനത്തോടെ കർത്താവിന് ഇടപെടാനുള്ളത്. കർത്താവ് നിങ്ങളോട് ഇടപെടും. എനിക്കറിയാം, ഇവിടെ ഇരിക്കുന്ന നിയോഗിതരായി ഇവിടെ ഇരിക്കുന്നത് അപ്പോയിന്റ്മെന്റ് കിട്ടിയ ആളുകളാ. ഇവിടെ ഇരിക്കുന്നത് അഭിഷേകത്താൽ നിറഞ്ഞ ആളുകളാ. ഇവിടെ ഇരിക്കുന്നത് പ്രത്യേക ദൗത്യത്തിനായി ദൈവം വിളിച്ച ആളുകളാ. ആമേൻ. ഒരു സഭയിൽ നീ അംഗമായത്, ആമേൻ, ഒരു ഡിനോമിനേഷനിൽ നീ ചേർന്നതല്ല. ആമേൻ. ഏതെങ്കിലും ആളിന്റെ വ്യക്തി പ്രഭാതത്തിൽ നീ ചേർന്നതല്ല. പിന്നെയോ മഹാദൈവമായ സർവസൃഷ്ടിതാവായ സർവജ്ഞാനിയായ യഹോവയാം ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തുവിലൂടെ ഈ ലോകത്തിന് സംഭവിക്കേണ്ട രക്ഷാ പദ്ധതിയിലേക്ക് കൃപയാൽ 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 നിന്നെ വിളിച്ചു എന്നുള്ളത് വാല്യുബിളായ കാര്യമാ. ആമേൻ. ഈ ലോകത്തിൽ ഏറ്റവും ഉന്നതമായ പ്രാധാന്യമുള്ള ഗൗരവമുള്ള കാര്യമാ. നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തൻ. He is faithful. ഹല്ലേലൂയ. Until unless ഹല്ലേലൂയ നീ ദൈവസന്നിധിയിൽ അവിശ്വസ്തതക്കേട് കാണിക്കരുതെങ്കിലും അവൻ നിന്നോട് വിശ്വസ്തനാ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഈ ദൈവത്തെ സേവിക്കുന്നത് എത്ര ഭാഗ്യമാണ്. ആമേൻ. ഇവിടെ പറയുന്നു, മനഃപൂർവ്വമായും ആമേൻ ദൈവത്തെ സേവിക്കണം. ദുരാഗ്രഹത്തോടെ ആകരുത്. ദൈവത്തിൻ്റെ ജനത്തെ നയിക്കുന്നത് നിന്റെ ഹൃദയത്തിനകത്ത് ദുരാഗ്രഹം കയറിയാൽ, പണം കയറിയാൽ, സ്വാധീനം കയറിയാൽ, കസേരയ്ക്ക് പുറകെ പോയാൽ, സ്വർഗത്തിലെ ദൈവം പറയുന്നു, പേർ വിളിക്കും നേരം ആമേൻ നിന്റെ പേർ എൻ്റെ പുസ്തകത്തിൽ കാണത്തില്ല. ആമേൻ. ഇത് നമ്മളെ ഭരിക്കട്ടെ. ഒരു സഭയിൽ ദൈവജനത്തെ ദൈവമാക്കിയെങ്കിൽ നിങ്ങളുടെയും എൻ്റെയും പേർ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുക. അത് മായിച്ചു കളയാൻ അധികാരമുള്ളവൻ്റെ സന്നിധിയിലായിരിക്കുന്നത്. ഇന്ന് പകലിൽ മറന്നു പോകരുത്. സ്തോത്രം. ഹല്ലേലൂയ. ബീയിങ് ഇന്റൻഷണൽ മീൻസ് എന്ന് പറയുന്നാൽ അലൈനിങ് അവർ പ്ലാൻസ് വിത്ത് ഗോഡ്സ് വിൽ. ഹല്ലേലൂയ. നമ്മുടെ പ്ലാൻ അല്ല. നമ്മുടെ പ്ലാൻ ഇന്ന് പകലിൽ മാറ്റിവെക്കുക. എന്തെങ്കിലും നിങ്ങൾക്ക് പ്ലാൻ ഉണ്ടെങ്കിൽ മാറ്റിവെക്കുക. കർത്താവിനോട് പറ, ദൈവമേ, എൻ്റെ കർത്താവേ, യേശു
യേശുവേ അപ്പച്ചാ ഹല്ലേലൂയ, നിന്റെ പ്ലാൻ എൻ്റെ ജീവിതത്തിൽ നടക്കട്ടെ. എത്ര പേരെന്ന് പകലിവിടെ പ്രാർത്ഥിക്കും? നിങ്ങളുടെ പദ്ധതികളും ഭാവി പരിപാടികളും എല്ലാം അങ്ങോട്ട് സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് സ്വർഗത്തിലെ ദൈവത്തോട് പറ, ആമേൻ, യുവർ വിൽ ബി ഡൺ. ഹല്ലേലൂയ ലോർഡ്, നിന്റെ ഹിതം എൻ്റെ ജീവിതത്തിൽ നടക്കട്ടെ. ഹല്ലേലൂയ. ഇന്ന് പ്രാർത്ഥനയോടെ ഇരിക്കെ. നിന്നെ കൊണ്ടുപോകുന്ന വഴി നീ അറിയുന്ന വഴിയല്ല, നിന്നെ ആമേൻ നടത്തുന്ന വഴി നീ അറിയുന്ന വഴിയല്ല, അതൊരു പുതിയ വഴിയാ. ഇന്ന് വരെ കാണാത്തൊരു വഴിയിലൂടെ എത്ര ശുശ്രൂഷകർ പ്രാർത്ഥിക്കും, ദൈവമേ എൻ്റെ നാവിനെ നീ അഭിഷേകം ചെയ്തത്, എൻ്റെ കരത്തെ അഭിഷേകം ചെയ്തത് അങ്ങയുടെ ജനത്തിന് ശുശ്രൂഷ ചെയ്യാൻ, അങ്ങയുടെ ജനത്തിന് സ്വസ്ഥതയും സമാധാനവും വന്ന് ഭവിക്കാൻ, അങ്ങയുടെ ജനത്തെ ക്രിസ്തുവിൽ ഏകാഗ്രമാക്കാൻ, അങ്ങയുടെ ജനത്തെ നിത്യതയിലേക്ക് കൊണ്ടുപോകാൻ, അങ്ങയുടെ ജനത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കാൻ, അങ്ങയുടെ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ, അങ്ങേ സത്യത്തിലൊന്ന് ആരാധിക്കാൻ. ആമേൻ. ജഡശക്തികളെ തകർക്കുന്ന പകലായി തീരണം. നിങ്ങളുടെയും എൻ്റെ മേൽ പകർന്നിരിക്കുന്നത് അഭിഷേകമാ. ആമേൻ. ലോകത്തിൻ്റെ എന്തെങ്കിലും ശക്തിയല്ല. ലോകത്തിന് പവർ ഉണ്ട്, ലോകത്തിന് അതോറിറ്റി ഉണ്ട് എന്ന് സ്വർഗം പറയുന്നു. നീ അവകാശിയാണ്, ഞാൻ നിന്നെ വീണ്ടെടുത്തതാണ്, നിന്റെ മേൽ പകർന്ന ദൈവിക അധികാരമുണ്ടല്ലോ. ലോകത്തിൻ്റെ ഒരു ശക്തിക്കും അതിൻ്റെ മുന്നിൽ നിൽക്കാൻ ഒക്കത്തില്ല. കാരണം ഞാനാണ് മുന്നിൽ നിൽക്കുന്നത്. എന്നെ തടയാൻ, ആമേൻ, എൻ്റെ വാഗ്ദത്തങ്ങളെ, എൻ്റെ വഴികൾക്ക് മുന്നിൽ നിൽക്കാൻ പ്രതികൂലമായി നിനക്കൊന്നുമില്ലെന്ന് പ്രതികൂലങ്ങളെ മുന്നിൽ വലുതായി കാണാതെ വിളിച്ചു പറയാ, എൻ്റെ മുന്നിൽ പ്രതികൂലമല്ല, എൻ്റെ സർവസൃഷ്ടിതാവായ ദൈവമാണ് എന്നെ ആക്കിയിരിക്കുന്നത് ഈ സഭയിൽ. ആമേൻ. ദൈവം എന്നെ ആക്കിയിരിക്കുന്ന ഒരു കുടുംബത്തിൽ. നിന്റെ ഭാര്യയും നിന്റെ ഭർത്താവും ദൈവം നിയമിച്ചതാ. നിന്റെ ഭാര്യയെ നിനക്ക് തന്നത് നിന്റെ ദൈവമാ, നിന്റെ ഭർത്താവിനെ തന്നത് നിന്റെ ദൈവമാ, നിനക്ക് കുഞ്ഞുങ്ങളെ തന്നത് നിന്റെ ദൈവമാ. ആമേൻ. ഇന്റൻഷൻ ഹല്ലേലൂയ ദൈവം നോക്കിക്കൊണ്ടിരിക്കുക. എന്താണ് ആമേൻ ഒരു കുടുംബത്തെ നയിക്കുന്നതിൽ, ഒരു സമൂഹം ജീവിക്കുന്നതിൽ, ആമേൻ ഒരു സഭാ ജീവിതത്തിൽ എന്താണ് നമ്മുടെ ഇന്റൻഷൻ? എന്തിനീ സഭയ്ക്കകത്തേക്ക് നിങ്ങൾ കാലെടുത്ത് കുത്തി? എന്താണ് നമ്മുടെ ഇന്റൻഷൻ? ചില അത്ഭുത പ്രവൃത്തികൾക്ക് സാക്ഷ്യം വഹിക്കുക മാത്രമല്ല, ആമേൻ, അത് സംഭവിക്കുമെന്നാൽ ദൈവമുഖം അന്വേഷിക്കുക, ദൈവത്തെ സേവിക്കാൻ ഇന്ന് തീരുമാനമെടുക്കണം. നിന്റെ ഒരു നല്ല ശിക്ഷനായി എനിക്ക് ജീവിക്കണം. കർത്താവേ, കർത്താവേ, എൻ്റെ കുറവുകളെ ക്ഷമിക്കണമേ, എൻ്റെ ബലഹീനതകളെ ക്ഷമിക്കണമേ, എൻ്റെ പോരായ്മകളെ ക്ഷമിക്കണമേ. കർത്താവിനോട് ഹൃദയമായി എന്ന് പ്രാർത്ഥിക്കാൻ ഇവിടെ ഇരുന്ന് കഴിയുമോ? മനസ്താപമുള്ള ഹൃദയം, നുറുങ്ങിയ ഹൃദയം, ആമേൻ ഹല്ലേലൂയ, അലഞ്ഞും വലഞ്ഞും ആമേൻ താണ്ടി, ആമേൻ, ഒരു പ്രതിസന്ധിയെ നേരിടാനൊക്കാത്ത ധൈര്യം ചോർന്നിരിക്കുന്ന ഹൃദയത്തോട് കർത്താവ് പറയുന്നു, എൻ്റെ ചെവി നിന്റെ മുന്നിൽ മന്ദമായിട്ടില്ല, എൻ്റെ കൈ ഉണ്ടല്ലോ സർവശക്തൻ്റെ കരമാ, മുറിഞ്ഞ കരമാ, അത് കുറുകിയിട്ടില്ല. ഞാൻ കേൾക്കുന്ന ദൈവമാ. കേൾക്കുക മാത്രമല്ല, നിന്റെ ഹൃദയത്തിൻ്റെ വേദന, ചെറിയ അടിത്തട്ടിലുള്ള നേരിയ നനവും നോവും പോലും അറിയുന്ന ഒരു ദൈവത്തിൻ്റെ മുന്നിലാ. നിന്റെ വിഷയത്തെ നിന്നേക്കാൾ അധികമായി അതിൻ്റെ ഗൗരവത്തെ അറിയുന്ന ഒരു ദൈവത്തിൻ്റെ മുന്നിലായി നിൽക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു ബൈബിൾ ക്ലാസ്സിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. പക്ഷേ ആത്മാവെന്നെ പ്രബോധിപ്പിക്കുന്നത് ദുരാഗ്രഹത്തോടെ ശുശ്രൂഷ ചെയ്യരുത്. ആമേൻ. ദൈവത്തിന് ഹിതകരമാണ് മുൻ ചെയ്യണം. ദൈവത്തിൻ്റെ ജനത്തെ ശുശ്രൂഷിക്കുന്നത് അതിമഹത്തായ അനുഗ്രഹിക്കപ്പെട്ട വലിയ പദവിയാ. ആ പദവിയെ ആമേൻ ലഘുവായി കാണല്ലേ. അത് സർവശക്തൻ നിനക്ക് കനിഞ്ഞ് അനുഗ്രഹിച്ച് നിന്റെ ജീവിതത്തോടെ ഇടപെട്ട് നിന്നെ പ്രത്യേക വ്യക്തിയായി കണ്ട്, യൂണീക്കായി കണ്ട്, നിന്റെ ബലഹീനതകളെ ഓർക്കാതെ, കഴിവ് കേടുകളെ ഓർക്കാതെ, നിന്റെ നാവിനെ അഭിഷേകം ചെയ്ത് സഭയ്ക്ക് മുന്നിൽ നിനക്കൊരു ശുശ്രൂഷയ്ക്കായി നിന്നെ എടുത്ത് നിർത്തിയെങ്കിൽ അത് നിന്റെ കഴിവും ആമേൻ, അതേ ഹല്ലേലൂയ, ഒരു ആമേൻ സൗന്ദര്യം കണ്ടോ പ്രതാപം കണ്ടോ ഒന്നുമല്ല. കൃപ, 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 കൃപ. 100 വട്ടം പറയണം പ്രഭാതത്തിൽ, കൃപ ഒന്ന് മാത്രം. ഞാൻ നിൽക്കുന്നത് കൃപയാൽ, ഞാൻ നിൽക്കുന്നത് കൃപയാൽ. കണ്ണ് നനഞ്ഞു പറയണം, നിൽക്കുന്നത് കൃപയാൽ, ഓടുന്നത് കൃപയാൽ, സഞ്ചരിക്കുന്നത് കൃപയാൽ, ഭക്ഷിക്കുന്നത് കൃപയാൽ, ശ്വസിക്കുന്നത് കൃപയാൽ. കരം ആമേൻ ഉയർത്തി ഒരു സ്തോത്രം പറയുന്നത് പോലും കൃപയാൽ, 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 കൃപയാൽ. ഇവ ഇന്റൻഷൻ നോക്കുക. നമ്മുടെ എന്തിനാ ആരാധിക്കാൻ വന്നത്? ഇതിനകത്ത് എന്തിനാ ആരാധിക്കാൻ വന്നത്? ആരെങ്കിലും കാണിക്കാനാണോ? പാസ്റ്ററിന് ഹാജര് കൊടുക്കാനാണോ? നോ, നോ. ആമേൻ. ശുശ്രൂഷകരെ കണ്ടിതിൻ്റെ മനോഹാരിതയിൽ വിസ്മയിച്ച് നിൽക്കാനാണോ? ഈ സൗണ്ട് സിസ്റ്റത്തിൻ്റെ കൂടെ അതിൻ്റെ ഹല്ലേലൂയ ശബ്ദബീജികൾ കാതിൽ വരുമ്പോൾ അതിനതൊക്കെ ചലിക്കാനല്ല, ആത്മാവ് ചലിക്കണം. ശുശ്രൂഷകരിലൂടെ വെളിപ്പെടേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാ. ശുശ്രൂഷകൻ അവിടെ അപ്രസക്തമാണ്. അവൻ ക്രൂശിൻ്റെ മറവിൽ മറഞ്ഞു നിൽക്കണം. അവനെ അല്ല കാണേണ്ടത്, ക്രിസ്തുവിനെ കാണണം.
കാണണം, അവനെ കാണണം. ഹല്ലേലൂയ. യേശുവിനെ കാണണം. യേശുവിൻ്റെ ദിവ്യ സ്വഭാവത്തെ സഭയ്ക്ക് വെളിപ്പെടണം. യേശുവിൻ്റെ ദിവ്യ സ്വഭാവത്തെ ദൈവത്തിന് വെളിപ്പെടുത്താത്ത, ആമേൻ, ക്രിസ്തുവിൻ്റെ ക്രൂശിൽ മറഞ്ഞിരിക്കാത്ത ഒരു ശുശ്രൂഷകൻ പോലും ദൈവത്തിന് കണക്ക് കൊടുക്കേണ്ടി വരും. ദുരാഗ്രഹത്തോടെ കർത്താവിൻ്റെ വേല ചെയ്യരുത്. ഉദാസീനതയോടെ ദൈവത്തിൻ്റെ വേല ചെയ്യരുത്. ദൈവത്തെ സേവിക്കുന്നത് പൂർണ്ണ മനസാക്ഷിയിൽ സംതൃപ്തമായി കർത്താവിനോട് പറയണം, ദൈവമേ, തെരഞ്ഞെടുത്ത കൃപയ്ക്ക് സ്തോത്രം. യുവർ അമേസിംഗ് ഗ്രേസ്, യുവർ അബണ്ടൻസ് ഓഫ് ഗ്രേസ്, ഹല്ലേലൂയ, അതെൻ്റെ മേൽ അയച്ചതിന് ഞാൻ സ്തോത്രം ചെയ്തു. ഹല്ലേലൂയ. നമ്മുടെ ഉദ്ദേശത്തെ ദൈവം നോക്കുക, നമ്മുടെ ലക്ഷ്യത്തെ ദൈവം നോക്കുകയാണ്. മനഃപൂർവ്വ ഉദ്ദേശം വിട്ട് പ്രവർത്തിക്കരുത്. ഇതാണ് നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയിച്ചുകൊള്ളുവിൻ, നിർബന്ധത്താലല്ല. ആമേൻ. ഉന്മേഷത്തോടെയും ഇടവേടമേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടുള്ള ആട്ടിൻകൂട്ടത്തിന് ഫ്രണ്ട് നിൽക്കണം. ആരാധനയിൽ ശുശ്രൂഷകനെ നീയാ ഫ്രണ്ട് നിൽക്കേണ്ടത്. കരമടിക്കുന്നതെങ്കിൽ നീയാണ് മാതൃക. ആമേൻ, സ്തോത്രം. ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യാൻ നീ ഒന്നാമത്തെ മാതൃക. ആമേൻ. നിന്റെ മുന്നിൽ നിന്റെ മാതൃക കണ്ടാണ് പുറകെ നിൽക്കുന്നവർ. ആമേൻ. ഇവിടെ നിൽക്കുന്ന ഓരോരുത്തരോടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയാ, നീ ഇവിടെ മാതൃകയാണെങ്കിൽ ജനം മാതൃകയായിരിക്കും. ലീഡറെ, നീ മാതൃകയാണെങ്കിൽ നിന്നെ, ആമേൻ, നിന്റെ കൂട്ടത്തിൽ നിൽക്കുന്ന ദൈവത്തിൻ്റെ ജനം മാതൃക നടക്കും. ഹല്ലേലൂയ. നീ തെറ്റിയാൽ അവർ തെറ്റും. ആമേൻ. ഒരു ലീഡർ തെറ്റിയാൽ ഒരു സമൂഹം തെറ്റും. ദൈവത്തിൻ്റെ ജനത്തെ അവന് ഹിതകരമണ്ണം മേവിക്കാൻ മാതൃകകളായിക്കൊണ്ട് അധ്യക്ഷത ചെയ്യണം. നിങ്ങൾ അധ്യക്ഷന്മാരാ പലയിടത്തും, കൊയറുണ്ടാകാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചെറുതോ വലുതോ കർത്താവിനില്ല തൻ്റെ ശുശ്രൂഷയിൽ. കർത്താവിനെല്ലാം വലുതാ തൻ്റെ ശുശ്രൂഷ. അതിൻ്റെ ഇൻറ്റൻഷനാ കർത്താവ് നോക്ക്. നിനക്കെന്ത് പ്രൊമോഷനാ ദൈവസന്നിധി വേണ്ടത്? ഏൽപ്പിച്ചതിൽ ഇഫ് യു ആർ ഫെയ്ത്ത്ഫുൾ, ഹല്ലേലൂയ, ആമേൻ, യു വിൽ ബി പ്രൊമോട്ടഡ്. ഹല്ലേലൂയ. ദൈവത്തിന് അതാണ് ദൈവത്തിൻ്റെ ഇത്. ഏൽപ്പിച്ചതിൽ കസേര ഇടുന്നതിലാണോ? പ്രഭാതത്തിൽ നേരത്തെ വരുന്നതാണോ? ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നതിനോടുള്ള പ്രതികരണമാണോ? കർത്താവിനോടുള്ള, ആമേൻ, ഹല്ലേലൂയ, സ്നേഹത്തിൻ്റെ പ്രതിഫലനമാണോ? കർത്താവ് ആ ഇൻറ്റൻഷനെ നോക്കുന്ന. ഫേക്ക് ആളുകളെ കർത്താവിന് പെട്ടെന്ന് തിരിച്ചറിയാം. മനുഷ്യനെ കളിപ്പിക്കാം, ലോകത്തെ കളിപ്പിക്കാം, സഭയെ കളിപ്പിക്കാം, വിശ്വാസ ജീവിതത്തിലുള്ളവരെ കളിപ്പിക്കാം. നമ്മുടെ പ്രാർത്ഥന, ആരാധന ദൈവത്തെ കളിപ്പിക്കാനല്ല, ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ആമേൻ നോവിലൂടെ, നനവിലൂടെ, ആമേൻ, കണ്ണുനീർ അരിച്ചരിച്ച് ഹൃദയത്തിൻ്റെ അകത്തേക്ക്, ആമേൻ, കണ്ണിലൂടെ മാത്രമല്ല, അത് ഹൃദയത്തിൽ കരയണം. കർത്താവിനോട് മുറിഞ്ഞ ഹൃദയങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുക. നിന്റെ ഹൃദയത്തെ അറിയുന്ന ഒരാളുണ്ട്. അടുത്തിരിക്കുന്നവരറിയത്തില്ല കുഞ്ഞ് നിന്നെ, പക്ഷെ നിന്നെ അറിയുന്നൊരു ദൈവം ഇതിനകത്തുണ്ട്.